പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയെ പിളർത്തുവാനായിട്ട് കാലങ്ങളായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാം. എന്നാൽ അങ്ങനെയുള്ള പാകിസ്ഥാൻ ഇപ്പോൾ രണ്ടായി പിളരുന്ന അവസ്ഥയിലാണ്. അവരുടെ ഏറ്റവും വലിയ പ്രോവിൻസ് ആയിട്ടുള്ള ബലൂചിസ്ഥാൻ സ്വന്തമായിട്ടൊരു കറൻസിയും പതാകയും ഒക്കെ ഇറക്കിയിട്ട് ഞങ്ങൾ ഇനി പാകിസ്ഥാന്റെ ഭാഗമല്ല എന്ന് അവിടെയുള്ള ബലൂചിസ്ഥാന്റെ ലീഡേഴ്സ് എല്ലാം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രോവിൻസിന്റെ ഏകദേശം 84% ഇവര് തന്നെയാണ് നിയന്ത്രിക്കുന്നത് എന്നുകൂടി ഓർക്കുക. എത്രമാത്രം വലിപ്പമുണ്ട് ബലൂചിസ്ഥാൻ എന്ന് നോക്കിയാൽ പാകിസ്ഥാന്റെ നേരെ പകുതി, അതായത് പകുതി പാകിസ്ഥാൻ അങ്ങ് പോയ മട്ടാണ്. പാകിസ്ഥാന്റെ 44% വലിപ്പവും ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പ്രോവിൻസ് ആണ്. എന്നാൽ അവിടെ പോപ്പുലേഷൻ ഡെൻസിറ്റിയും പോപ്പുലേഷനും ഒക്കെ വളരെ കുറവാണ്. പാകിസ്ഥാനിലെ ആകെ പോപ്പുലേഷന്റെ ഒരു 6%, 7% ഒക്കെ മാത്രമേ ബലൂചിസ്ഥാനിലുള്ളൂ. അതായത് ഏകദേശം ഒരു 1.5 കോടിയിലധികം ആളുകൾ മാത്രം. എന്നാൽ ഈ പാകിസ്ഥാന്റെ എനർജി സോഴ്സുകളെല്ലാം തന്നെ ഭൂരിഭാഗവും ബലൂചിസ്ഥാനിലാണ് എന്ന് പറയാം. സ്വർണം, ചെമ്പ്, കൽക്കരി, നാച്ചുറൽ ഗ്യാസ് ഇതൊക്കെ ഈ ബലൂചിസ്ഥാൻ ഏരിയയിലുണ്ട്. ഇതെല്ലാം നല്ല രീതിയിൽ ഖനനം ചെയ്തുകൊണ്ടുമൊക്കെയാണ് ഇരിക്കുന്നത്. എന്നാൽ അതിൻ്റെ പ്രയോജനങ്ങളൊന്നും ഈ ബലൂചിസ്ഥാനിലുള്ള ജനങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. ഇതെല്ലാം പണ്ട് സോവിയറ്റ് യൂണിയൻ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് സോവിയറ്റ് രാജ്യങ്ങളിലുള്ള പണം മുഴുവൻ മോസ്കോയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് പോലെ പാകിസ്ഥാൻ പരിഗണന കൊടുക്കുന്ന കുറേയധികം പ്രദേശങ്ങളുള്ള ജനങ്ങൾക്ക് മാത്രമാണ് ഇതിന്റെ എല്ലാം പ്രയോജനം കിട്ടിയിരുന്നത്. ബലൂചിസ്ഥാനിലെ ജനങ്ങൾ വലിയ ദാരിദ്ര്യത്തിലും അല്ലെങ്കിൽ ഒരു ചിറ്റമ്മ നയമാണ് പാകിസ്ഥാൻ ഈ ബലൂചിസ്ഥാനിനോട് കാണിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയാം. ഇത് തന്നെയാണ് പണ്ട് ബംഗ്ലാദേശിന്റെ കാര്യത്തിലും സംഭവിച്ചുകൊണ്ടിരുന്നത്. ബംഗ്ലാദേശിനെ എല്ലാ രീതിയിലും തഴയുകയായിരുന്നു. അതുകൊണ്ടാണ് അവർ പിന്നീട് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ് മറ്റൊരു രാജ്യമായിട്ട് മാറിയത്. ഇത് തന്നെയാണ് ബലൂചിസ്ഥാനിൽ നടക്കുന്നത് എന്ന് പറയാം. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം കളക്ഷൻ നേടിയ സിനിമകളായിട്ട് ഈ ദുരന്തർ ഫസ്റ്റും സെക്കൻഡും, അതായത് ഇതിന്റെ ആകെ കളക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ ഒന്നാമതുള്ള ദംഗൽ പോലും ഒരിടത്തും ഉണ്ടാവില്ല. അത്ര വലിയൊരു വിജയമായിരുന്നു ഈ സിനിമകൾ ഇന്ത്യയിൽ എന്ന് പറയാം. ഇതിന്റെ ഒരു പ്രമേയവും നമുക്കറിയാം. ഈ ബലൂചിസ്ഥാനിലെ ഓരോ കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ബലൂചിസ്ഥാനിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പാകിസ്ഥാൻ കുറ്റപ്പെടുത്തുന്നത് ഇന്ത്യയെ. ഇതെല്ലാം ഇന്ത്യയുടെ പണിയാണ്, ഇന്ത്യ അവിടെ പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതാണ് എന്നൊക്കെ പറയുന്നു. എന്നാൽ ഇതെല്ലാം തെറ്റിദ്ധാരണയാണ്, ആരോപണങ്ങളാണ് എന്നുള്ളൊരു സ്റ്റാൻഡാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് അജിത് ഡോവലാണ് അവിടെ ഞങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് കൂടെ പറയുന്നത്. നമുക്കറിയാം, ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ അന്ന് മുതൽ ഇന്ന് വരെ ഇന്ത്യയുടെ വളർച്ച ഏറ്റവും അധികം പുറകോട്ടടിപ്പിച്ച ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങളായിരുന്നു. കാര്യങ്ങളൊക്കെ പരിഹരിച്ച് നമ്മൾ ഒരുവിധം കരകയറി വരുമ്പോഴേക്കും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം വരും. പിന്നെ എല്ലാം കുളമാകും. വീണ്ടും ഒന്ന് കെട്ടിപ്പണിത് വരുമ്പോഴേക്കും അടുത്ത യുദ്ധം വരും. ഇങ്ങനെ പട്ടി പുല്ല് തിന്നുകയുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയുമില്ല എന്ന് പറയുന്ന ഒരു നിലപാടായിരുന്നു പാകിസ്ഥാൻ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അവരോ മതം പറഞ്ഞുകൊണ്ട് വളരില്ല. അവരെ വെച്ച് നോക്കുമ്പോൾ ഭേദമായിട്ടുള്ള ഇന്ത്യ ആകട്ടെ ഒട്ടും വളരാൻ അനുവദിക്കുകയുമില്ല. എന്നാൽ ഈ അടുത്ത ഇടയ്ക്കാണ് ഇന്ത്യ ഈ രീതികളൊക്കെ ഒന്ന് മാറ്റി തുടങ്ങിയത്. നിലവിൽ പാകിസ്ഥാനെ കൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയാം. നമുക്ക് നമ്മുടെ കാര്യം ഒരുവിധം നോക്കിയാൽ മതി, അവരെ ഒന്ന് സൂക്ഷിച്ചാൽ മാത്രം മതി. അതെന്തുകൊണ്ടാണ്? പാകിസ്ഥാന് ഇന്ന് നിലത്ത് നിൽക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. നിലവിൽ POKയിൽ തന്നെ എന്താണ് നടക്കുന്നത്? ഇറാനിൽ ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അല്ലെങ്കിൽ ഹോർമൂസ് അടച്ചപ്പോഴൊക്കെ ഇന്ത്യയിൽ എന്താണ് സംഭവിച്ചത്? വിലക്കയറ്റവും കാര്യങ്ങളും ഒക്കെ അതൊക്കെ നമുക്കറിയാം. ഇതിന്റെയൊക്കെ 100 മടങ്ങ് പ്രശ്നങ്ങളാണ് പാകിസ്ഥാനിലെ പല പ്രദേശങ്ങളിലും ഉള്ളത്. കാരണം ഓൾറെഡി വലിയ കടത്തിലും അതുപോലെ 100 കൂട്ടം പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അതിൻ്റെ കൂടെ ഇതും കൂടെ ആയപ്പോൾ വലിയ പട്ടിണിയും, കറണ്ടില്ല, പെട്രോളും ഡീസലും ഒന്നും കിട്ടാനില്ല, റേഷൻ പോലും നിന്നു പോകുന്നു, ആളുകൾ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയെന്നുള്ളതാണ്. ഈ POK ഏരിയയിൽ തന്നെ ആളുകളെല്ലാം ഗവൺമെന്റിനെതിരെ തിരിഞ്ഞിട്ട് പട്ടാളത്തെ ഉപയോഗിച്ചാണ് അവിടെ ജനങ്ങളെ നേരിടുന്നത്. POKയിലുള്ള ഒരുപാട് ആളുകൾ ഇന്ത്യയിലേക്ക് വന്നിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ത്യയിലേക്ക് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയുണ്ടായി. അതൊക്കെ ഇന്ത്യ തടയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കുക. അതായത് പാകിസ്ഥാന്റെ പോലീസും പട്ടാളവും അല്ലെങ്കിൽ ഗവൺമെന്റും അവിടുത്തെ ജനങ്ങളും തമ്മിൽ തല്ലാണ് എന്ന് പറയാം. അവിടുത്തെ ജനങ്ങൾ തന്നെ ഗവൺമെന്റിനെ മറിച്ചിടാൻ നോക്കുന്നു. പാകിസ്ഥാൻ പട്ടാളത്തിനോ പോലീസിനോ ഒന്നും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇതിലും വലിയ പ്രശ്നം അവിടെ ഉണ്ട് അഫ്ഗാനിസ്ഥാനുമായിട്ട്. അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയൊക്കെ അവിടുന്ന് പിന്മാറിയതിന് ശേഷം പ്രത്യേകിച്ചും പാകിസ്ഥാനുമായിട്ട് എന്നും അടിയാണ്. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സൈനിക കേന്ദ്രങ്ങളും മറ്റുമൊക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കാര്യം നമുക്കറിയാം. അവിടെയുള്ള ജനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് എല്ലാവർക്കും ഒരു ഊഹം ഉണ്ടാവും. അടിമകളെ പോലെയാണ് അവിടെ സ്ത്രീകളെയൊക്കെ അക്ഷരാർത്ഥത്തിൽ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. അങ്ങനെയുള്ളവർക്ക് വേറെ രാജ്യത്തേക്ക് കയറി ആക്രമിക്കുന്നതോ തിരിച്ചടി കിട്ടുന്നതോ ഒന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. അവർക്ക് ആരെയാണെങ്കിലും തല്ലിയാലും മതി. ഇത് പല രാജ്യങ്ങളും മുതലെടുക്കുന്നുണ്ട് എന്നും കൂടെയാണ് പറയുന്നത്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും കൂടി, അല്ലെങ്കിൽ ഈ രണ്ട് സൈന്യങ്ങളും തമ്മിൽ, സൈന്യമൊന്നും പറയാനില്ല അഫ്ഗാനിസ്ഥാൻ്റെത്, പക്ഷേ പാകിസ്ഥാന് നല്ല തലവേദന കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ഒരു പണി പണിതേക്കാം എന്ന്
ചിന്തിക്കാൻ പോലുമുള്ള ടൈം കിട്ടാത്ത രീതിയിലാണ് അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ പാകിസ്ഥാനുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് ഈ POKയിലും അല്ലെങ്കിൽ ഈ ഇറാനിൽ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ മുതലുള്ള വലിയ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. ജനങ്ങൾക്ക് ഇന്ധനം മാത്രമല്ല, ഭക്ഷണം പോലും ലഭിക്കുന്നില്ല, പട്ടിണിയാണ്, ആളുകൾ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇതിന്റെ എല്ലാം ഇടയിലാണ് വേറൊരിടത്ത് ബലൂചിസ്ഥാനിൽ വലിയ പ്രശ്നങ്ങൾ വരുന്നത്. ഇതെല്ലാം മുതലെടുത്തുകൊണ്ട് അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്വന്തമായിട്ട് പതാക, കറൻസി, പാകിസ്ഥാന്റെ പകുതിയോളം വലിപ്പം വരുന്ന ഈ ബലൂചിസ്ഥാന്റെ ഭൂരിഭാഗവും അവർ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അവിടെ പാകിസ്ഥാന്റെ പട്ടാളവും ഇവരും തമ്മിൽ എന്നും അടിയാണ്. ബലൂചിസ്ഥാനിൽ കാലക്രമേണ ഇവര് വീണ്ടും പിടിമുറുക്കിയാൽ ഒരുപക്ഷെ അവരിപ്പോൾ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ പാകിസ്ഥാനിൽ നിന്ന് മാറി ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാജ്യമായി കഴിഞ്ഞാൽ പാകിസ്ഥാന് പിന്നെ നാച്ചുറൽ ഗ്യാസ് ഇല്ല, അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു എനർജി സോഴ്സ് ആണ്, കൽക്കരി ഇല്ല, അതുപോലെ ചെമ്പ്, ഇതൊക്കെ ഖനനം ചെയ്ത് പാകിസ്ഥാന്റെ ഒരു മെയിൻ വരുമാനമായിരുന്നു. ഇതൊക്കെ പോകും. ഇതിനെല്ലാം ഇടയിൽ അവരുടെ ഏറ്റവും വലിയ ദുഃഖമെന്ന് പറഞ്ഞാൽ പഴയതുപോലെ ഇന്ത്യക്കിട്ട് ഒരു ചെറിയ പണി പോലും കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഇതിനെല്ലാം പഴിക്കുന്നതും ഇന്ത്യ തന്നെയാണ്. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നതാണ്, നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഒപ്പിക്കുന്നതിന്റെ ബാക്കിയാണ് ഈ കാണുന്നതൊക്കെ. അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും ബലൂചിസ്ഥാനിലാണെങ്കിലും ഒക്കെ ഇതൊക്കെ നിങ്ങളുടെ പണിയാണെന്ന് പാകിസ്ഥാൻ ആരോപിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ അതൊക്കെ തള്ളിക്കൊണ്ടുവരിക്കുന്നു. പാകിസ്ഥാൻ ചോദിക്കുന്നത് ഇതാണ്. നമുക്കറിയാം ഇന്ത്യയിൽ പല വിഘടന പ്രശ്നങ്ങളും ഒക്കെ പാകിസ്ഥാൻ കാലങ്ങളായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ചെയ്തിരുന്നത് പോലെയൊക്കെ നിങ്ങൾ തിരിച്ച് ചെയ്യാമോ എന്നാണ് പാകിസ്ഥാൻ ചോദിക്കുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, നമ്മൾ യുദ്ധത്തിന് പോകും, നമ്മൾ തിരിച്ചടിക്കും, നമുക്കും വലിയൊരു ചിലവാണ്, നമ്മുടെ യുദ്ധ ചെലവുകൾ കൂടുന്നു, രാജ്യത്തിന്റെ വളർച്ച പതുക്കെയാകുന്നു, നമ്മുടെ പണം മുഴുവൻ നഷ്ടമാകുന്നു, ക്രമസമാധാനം തകരുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇതൊന്നും അവർക്ക് പ്രശ്നമുള്ള കാര്യമല്ല. ആങ്ങളെ മരിച്ചിട്ടാണെങ്കിലും നാത്തൂന്റെ കണ്ണീര് കണ്ടാൽ മതി എന്നുള്ളൊരു നിലപാടാണ് അന്നും ഇന്നും പാകിസ്ഥാൻ ഉള്ളത്. പക്ഷേ നിലവിൽ നമ്മൾ ഈ ഒരു നയം അങ്ങ് മാറ്റിയിരിക്കുകയാണ്. അവർക്ക് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ 3 വശത്തു നിന്നും ലോക്ക് ഇട്ടിരിക്കുകയാണ് എന്ന് പറയാം. ഇതിനു പുറകിൽ ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. എന്താണെങ്കിലും നിലവിൽ പാകിസ്ഥാൻ കൂച്ചുവിലം കിട്ടിയിരിക്കുന്നത് പോലെ സ്വന്തം നാശം എങ്ങനെ തടയാം എന്ന് മാത്രമാണ് അവരുടെ ഇപ്പോഴത്തെ പരിഗണന. പാകിസ്ഥാൻ ഇന്ന് വരെയും ബലൂചിസ്ഥാനിലെ ജനങ്ങളോട് കാണിക്കുന്ന അവഗണനയും മറ്റുമൊക്കെയാണ് ഇപ്പോൾ അവർക്ക് തിരിച്ചടിയായിരിക്കുന്നത് എന്ന് പറയാം. ഇത് തന്നെയാണ് പണ്ട് ബംഗ്ലാദേശിൽ സംഭവിച്ചത്. ബംഗ്ലാദേശിനെ ഒരു സ്വതന്ത്ര രാജ്യമാക്കിയത്, അതായത് കിഴക്കൻ പാകിസ്ഥാനാണ് പിന്നീട് ബംഗ്ലാദേശ് ആയത്. ഇന്ത്യയാണ് അതിനൊരു വലിയ വില കൊടുത്തത് എന്ന് പറയാം. പക്ഷേ നമ്മൾ ഈ ചിക്കൻ നെക്ക് ബോർഡർ എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം ഒന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാവും, ഇതുപോലെ ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യം അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്നവർ ചെയ്തു വെക്കുമോ? ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കിയത് പോലും അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് അവരെ മോചിപ്പിച്ച് അവരെ രക്ഷപ്പെടുത്തിയത് ഇന്ത്യയാണ്. എന്നിട്ടാണ് ഇന്ത്യയുടെ പ്രധാന ഭാഗവും നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെ വളരെ ചെറിയ ഒരു ഇടുങ്ങിയ ബോർഡർ ആയിട്ടിരിക്കുന്നത്. നമുക്ക് സുരക്ഷിതത്വം ഉണ്ടാവുന്ന രീതിയിൽ പ്രദേശങ്ങൾ എടുത്തതിന് ശേഷം ഈ ചിക്കൻ നെക്ക് ബോർഡർ പോലെയുള്ള ഒരു സ്ഥലം ഉണ്ടാകാതെ അല്ലെങ്കിൽ അതിന്റെ വീതി നല്ലതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് ബാക്കി സ്ഥലം നമുക്ക് ബംഗ്ലാദേശ് ആക്കി വെച്ചാൽ പോരായിരുന്നു. നമ്മളാണ് വലിയ വില കൊടുത്ത് അവരെ മോചിപ്പിച്ചത് എന്ന് ഓർക്കുക. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏറ്റവും വലിയ ഒരു കീഴടങ്ങലാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യയുടെ മുൻപിൽ ഉണ്ടായത്. ലക്ഷക്കണക്കിന് പാകിസ്ഥാൻ പട്ടാളം ഇന്ത്യൻ സൈന്യത്തിന്റെ മുൻപിൽ ആയുധം വെച്ച് അടിയറവ് പറഞ്ഞു. അതൊക്കെ ഇന്ത്യൻ സൈന്യത്തിന്റെ മികവാണ്. എന്നാൽ അന്ന് ഭരിച്ചവർ ചെയ്ത വെളിവില്ലായ്മ എന്താണ് എന്നൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിലവിൽ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബംഗ്ലാദേശും തനി കുണം കാണിക്കാൻ തുടങ്ങി. പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്രമായിട്ട് കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെയും അവര് മതം എടുത്ത് പറയാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇന്ത്യ അവർക്ക് ശത്രുവായിട്ട് മാറി. അവരെ പണ്ട് രക്ഷിക്കാൻ പോയതാണ് ഇന്ത്യ ചെയ്ത തെറ്റ് എന്ന് പറയാം. അങ്ങനെ ഇതേ ബംഗ്ലാദേശും അല്ലെങ്കിൽ മുകളിൽ കിടക്കുന്ന ചൈനയും ഒക്കെ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു വീക്ക്നെസ് ആയിട്ട് നോക്കിയിരിക്കുന്നതും ഇതേ ചിക്കൻ നെക്ക് ബോർഡറാണ്. അവിടെ അത്രമാത്രം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടെന്ന് നമുക്ക് അത്രയും സൈനികമായിട്ട് ചെലവുകളും അല്ലെങ്കിൽ ബേസുകളും ഒക്കെ പണിത് നമ്മൾ ജാഗരൂകരായിട്ട് നമ്മളെപ്പോഴും വളരെ ശ്രദ്ധയോടെ ആ ഒരു ഏരിയ നോക്കണം എന്നുള്ളൊരവസ്ഥയിലാണ്. കാരണം ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളുമായിട്ട് ഇന്ത്യയെ ബന്ധിപ്പിക്കുന്ന ആ ഒരു ഏരിയയ്ക്ക് വളരെ കുറച്ച് കിലോമീറ്ററുകൾ മാത്രമേ വീതിയുള്ളൂ. ഏറ്റവും കുറഞ്ഞ വീതിയുള്ള ഭാഗത്തിന് സിലിഗുരി കോറിഡോർ എടുത്താൽ ഏറ്റവും കുറഞ്ഞ വീതി ഏകദേശം 22 കിലോമീറ്റർ ഒക്കെയാണ്. അത്രയേ ഉള്ളൂ. അതായത് ഇവിടെ പറഞ്ഞു വന്നത്, പണ്ടും ഇന്ത്യൻ സൈന്യം അന്നും ഇന്നും വിജയിച്ചിട്ടേ ഉള്ളൂ എങ്കിൽ പോലും ഭരിച്ചിരുന്നവരുടെ നിലപാടുകളിലുള്ള വ്യത്യാസങ്ങൾ ചിന്തിച്ചു നോക്കുക. നെവർ പ്ലേ ഫെയർ ഇൻ എ ഗെയിം വേർ അതേഴ്സ് ചീറ്റ് എന്നാണ് പറയുന്നത്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടൊരു യുദ്ധത്തിന് വരാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും അവരെ കൊണ്ട് സാധിക്കാത്തൊരവസ്ഥയിലാണ്. ഓപ്പറേഷൻ സിന്ദൂർ എല്ലാവരും ഓർക്കുന്നുണ്ടാവും. അന്ന് വരെയും നമ്മൾ ഒരുവിധം അല്ലെങ്കിൽ ആ ഗാന്ധി മാർഗമൊക്കെ തന്നെയാണ് അവലംബിച്ചിരുന്നത് എന്ന് തന്നെ പറയാം. അതങ്ങ് മാറിയിട്ടില്ലായിരുന്നു പൂർണ്ണമായിട്ട്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറും കൂടെ നമ്മൾ ചെയ്യേണ്ടി വന്നതോടെ ഇന്ത്യ പഠിച്ചു എന്നുള്ളതാണ്. ഇവരുടെ അടുത്ത് ഒരു മര്യാദ കൊണ്ടും ഒരു കാര്യവുമില്ല എന്നുള്ളത്. അതിനുശേഷം
നിങ്ങൾ ഡേറ്റുകളും സംഭവങ്ങളും വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കുക. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാന് നിലത്ത് നിൽക്കേണ്ടി വന്നിട്ടില്ല. നമ്മൾ നേരിട്ടൊന്നും ചെയ്യുന്നില്ല. പക്ഷെ പാകിസ്ഥാന്റെ കാര്യം നോക്കൂ, ഏതോ ദൈവഹിതം പോലെ അവർക്ക് അനങ്ങാൻ പറ്റുന്നില്ല. അഫ്ഗാനിസ്ഥാനെ കൊണ്ട് എന്നും അടി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ബലൂചിസ്ഥാനിൽ പ്രശ്നങ്ങളുണ്ട്. അവിടുത്തെ ജനങ്ങൾ തന്നെ പാകിസ്ഥാനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഏറ്റവും വലിയൊരു കോമഡി ഇതൊന്നുമല്ല. ഇങ്ങനെ ഒരു രക്ഷയുമില്ലാതെ നിൽക്കുന്ന പാകിസ്ഥാന്റെ അടുത്ത് സൗദി അറേബ്യ ചെന്ന് പറയുകയാണ്, ആലങ്കാരികമായിട്ട് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ ഒരു പരിപാടിയൊക്കെ ഉണ്ടാക്കിയിരുന്നല്ലോ, ഇസ്ലാമിക് നാറ്റോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് തുർക്കി, പാകിസ്ഥാൻ, സൗദി അറേബ്യയുടെ മണി പവർ, പാകിസ്ഥാന്റെ മിലിറ്ററി പവർ, തുർക്കിയുടെ അഡ്വാൻസ്ഡ് മിലിറ്ററി പവർ, അല്ലെങ്കിൽ ഡ്രോൺ ടെക്നോളജി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. തുർക്കിയാണല്ലോ ഇതിൽ ഏറ്റവും ശക്തം എന്ന് വേണമെങ്കിൽ പറയാവുന്നത്. പക്ഷെ പാകിസ്ഥാന്റെ കയ്യിൽ എന്തുണ്ട്? ന്യൂക്ലിയർ ആയുധങ്ങളുണ്ട്. അതുകൊണ്ടാണ് അവർ ഇപ്പോഴും ഷൈൻ ചെയ്ത് നിൽക്കുന്നത് എന്ന് പറയാം. ഈ രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയ കരാർ എന്താണ്? ഇതിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ വേറെ രാജ്യം ആക്രമിച്ചു കഴിഞ്ഞാൽ ഈ 3 രാജ്യങ്ങളും അത് തങ്ങൾക്കെതിരെയുള്ള പൊതുവായ ആക്രമണമാണ് എന്ന് കരുതണം. എന്നിട്ട് അതിനെതിരെ പ്രവർത്തിക്കണം. അതായത് പാകിസ്ഥാനൊക്കെ ഇത് ഉണ്ടാക്കിയത് തന്നെ ഇന്ത്യക്കിട്ടുള്ള ഒരു പണിയായിട്ടാണ്. ഇന്ത്യ പാകിസ്ഥാൻ എന്തെങ്കിലും കാര്യങ്ങൾ ഒപ്പിക്കുമ്പോൾ അതിന് തിരിച്ചടിക്കാൻ നേരത്ത് ഞങ്ങളെ തല്ലാൻ വരുന്നതെന്ന് പറഞ്ഞ് ഒച്ചപ്പാട് ഉണ്ടാക്കി കഴിഞ്ഞാൽ സൗദി അറേബ്യയും തുർക്കിയും ഒക്കെ പാകിസ്ഥാന്റെ കൂടെ നിൽക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഇപ്പൊ നിലവിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറാനിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇതുപോലെ വരുമെന്ന് ആരും കരുതിയതല്ലല്ലോ. ഇറാനും സൗദി അറേബ്യയും തമ്മിൽ ഇപ്പോൾ സൗദി അറേബ്യ നേരിട്ടല്ലെങ്കിലും യമനിൽ ഹൂത്തീസിനെതിരെ, അതായത് ഇറാൻ ബാക്ക്ഡ് ആണ് ഈ ഹൂത്തീസ് എന്ന് നമുക്കറിയാം, അതായത് ഇറാനെതിരെ ഇൻഡയറക്റ്റ് ആയിട്ട് ആക്രമണം നടത്തിയിരിക്കുകയാണ്. സൗദി അറേബ്യയും യുദ്ധത്തിൽ ഇറങ്ങി എന്ന് പറയാം. ഇറാനുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് അല്ല എങ്കിൽ പോലും. ഇനി ഡയറക്റ്റ് ആയിട്ട് ആക്രമിക്കുമോ എന്നും നമുക്ക് അറിഞ്ഞുകൂടാ, കാര്യങ്ങൾ കൈവിട്ട് പോകുമെന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ നിലവിൽ സൗദി അറേബ്യ പാകിസ്ഥാനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ എയർഫോഴ്സും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ആവശ്യമായിട്ട് വരും എന്നുള്ള ഒരു സൂചന കൊടുത്തിട്ടുണ്ട്. പാകിസ്ഥാൻ അവരുടെ കാര്യങ്ങൾ പോലും ശരിയാക്കാനായിട്ട് പറ്റുന്നില്ല. ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. സൗദി അറേബ്യയുമായിട്ട് ഈ കരാർ ഉണ്ടാക്കിയപ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയ്ക്ക് കൊടുക്കാനുള്ള ഒരുപാട് പണമുണ്ട്, അതൊന്നും നിങ്ങൾ തരണ്ട, പകരം നിങ്ങളുടെ മിലിറ്ററി കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ തന്നാൽ മതി എന്നാണ് സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ആ ആവശ്യം വന്നിട്ടുണ്ട്. സൗദി അറേബ്യ ആവശ്യപ്പെട്ടാൽ ഇതൊക്കെ കൊടുക്കാനായിട്ട് പാകിസ്ഥാന് ബാധ്യതയുണ്ട്. നിലവിൽ അവരുടെ രാജ്യത്തിന്റെ പകുതി തന്നെ പോകുമെന്നുള്ള അവസ്ഥയിൽ ബലൂചിസ്ഥാനിൽ ഈ പ്രശ്നങ്ങൾ നടക്കുന്നു. അഫ്ഗാനിസ്ഥാൻ ദിവസവും അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഇതിനെല്ലാം പുറമെ ഇറാനെ എങ്ങനെ ആക്രമിക്കും, അല്ലെങ്കിൽ ഇറാനൊപ്പം സൗദി അറേബ്യയുടെ കൂടെ എങ്ങനെ നിൽക്കും? കാര്യം പാകിസ്ഥാനും സൗദിയും ഒക്കെ സുന്നി ഭൂരിപക്ഷമുള്ള രാജ്യവും മറ്റേത് ഷിയ രാജ്യമാണ് എന്ന് പറഞ്ഞാൽ പോലും ഇറാനെതിരെ നിൽക്കാനും പാകിസ്ഥാന് പേടിയുമുണ്ട്, മടിയുമുണ്ട്. ഇങ്ങനെ ആകെ കൂടെ ഒരു ഏടാകൂടത്തിൽപ്പെട്ട അവസ്ഥയിലാണ് പാകിസ്ഥാന്റെ അവസ്ഥ എന്നുള്ളത് വളരെ വ്യസന സമേതം പറയുകയാണ്. എന്താണെങ്കിലും ഇതെല്ലാം കേട്ടതിന് ശേഷം ഇനി നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? തീർച്ചയായിട്ടും അതെല്ലാം കമന്റിൽ അറിയിക്കുക. ഇതിനു പുറകിൽ അജിത് ഡോവലിന്റെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും പറയുക. ഔദ്യോഗികമായിട്ട് ഇന്ത്യ പറയുന്നത് ഇതിലൊന്നും നമുക്ക് യാതൊരു പങ്കുമില്ല എന്ന് തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ എഴുതുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.